വിശേഷങ്ങള് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഈസി പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് ഈസി പാലപ്പം ഒന്നല്ല, രണ്ടല്ല, 3 തരം ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ ഒരുപാട് തരത്തിലുള്ള പാലപ്പം റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പി എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്ന റെസിപ്പി എടുക്കാം. എന്തായാലും ഈ ക്രിസ്മസിന് നിങ്ങൾ പാലപ്പവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യുന്ന സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ലിങ്ക് ഇതിന്റെ താഴെ തരാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോഴേ തന്നെ തീരുമാനിക്കുക എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസിന്റെ സമയത്ത് ഈസി ആയിരിക്കും. അപ്പൊ വരും ദിവസങ്ങളിൽ ക്രിസ്മസ് വിഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ ആഴ്ചയിൽ 3 വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ 2 വീഡിയോ ഇടുന്നുണ്ടായിരുന്നത്. അപ്പൊ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോയുടെ എണ്ണം കൂട്ടാമെന്ന്. അപ്പൊ ഒട്ടും താമസിച്ചാലും നമുക്ക് എങ്ങനെയാണ് ഈസിയും ടേസ്റ്റിയുമായ 3 തരം പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3 തരത്തിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നതും നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് ഞാൻ കഴിഞ്ഞ നമ്മുടെ സ്റ്റൂവിന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് വൈറ്റ് റൈസ് ആണ്. അതായത് നമ്മളെ ദോശ അരി എന്ന് പറയുന്ന പച്ചരി. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പച്ചരി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് പൊന്നിയരി ഉപയോഗിക്കാം, സോന മസൂരി റൈസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ബസ്മതി റൈസ് ഉപയോഗിച്ച് ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ അതും ചെയ്യാം, അതും ഉപയോഗിക്കാം. അപ്പോൾ 2 കപ്പ് അരി ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കാം. അഥവാ നിങ്ങളിപ്പോൾ മറന്നുപോയെന്ന് വിചാരിക്കാം, അങ്ങനെ എന്ത് ചെയ്യണം, ആദ്യം തന്നെ അരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം നല്ല ചൂട് വെള്ളത്തിട്ട് വെക്കുക. അതിനുശേഷം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ വെള്ളം കൂറ്റിക്കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് വെക്കുക. ഇതിലൊട്ടും തന്നെ വെള്ളമില്ല. ഏത് അരിയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നോർമലി നമ്മളിപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ അത് നമുക്ക് അരച്ച് വെക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഈവനിങ് അരച്ച് വെച്ചിട്ട് രാവിലെ എടുക്കാം. അപ്പോൾ അതനുസരിച്ച് ചെയ്തോളൂ. മറന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. എങ്ങനെയാണെങ്കിലും സംഭവം അരഞ്ഞു കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ അരി നമുക്ക് ആദ്യം തന്നെ എന്താണ് അരച്ചെടുക്കണം. അപ്പം നമ്മൾ അരി അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങ നന്നായിട്ട് എന്താ പറയുക അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം അതിലോട്ട് നോർമൽ വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു തേങ്ങയിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തപ്പോൾ 2 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാലിലാണ് നമ്മുടെ അരി അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 2-3 ബാച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങാപ്പാൽ ഇപ്പോൾ ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അവസാനത്തെ ബാച്ചിലാണ് നമ്മൾ ഇതിലോട്ടുള്ള പഞ്ചസാരയും ഉപ്പും അതുപോലെ തന്നെ ഈസ്റ്റും ചേർക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇത് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു വലിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാൽ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റ് ആണ്. ഈസ്റ്റിന്റെ അളവ് ഇപ്പോൾ തണുപ്പ് കാലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ വരെ ആകാം. അതേസമയം ചൂടുകാലൊക്കെ ആണെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രൈ ഈസ്റ്റ് ആണ്. അതേസമയം ഇപ്പം നാട്ടിലൊക്കെ കിട്ടുന്ന വലിയ മണിയുള്ള ഈസ്റ്റ് ഇല്ലേ, അതാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം പഞ്ചസാര 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഈസ്റ്റ് വലിയ മണിയുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പം നല്ലതായിട്ട് പതഞ്ഞു പൊങ്ങും. അതാണ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ അരിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഒന്ന് പതഞ്ഞതിന് ശേഷം ചേർക്കുക, ഇത് ഡയറക്റ്റ് ആയിട്ട് ചേർക്കുക, അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ക്ലൈമറ്റ് അനുസരിച്ച് ഈസ്റ്റിന്റെ അളവിൽ എപ്പോഴും മാറ്റം വരുത്തണം. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം തൽക്കാലം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചോളൂ. പക്ഷെ എന്തായാലും പഞ്ചസാര കുറച്ചെങ്കിലും ചേർക്കണം, എങ്കിൽ മാത്രമാണ് ഇത് ഈസ്റ്റ് വീർക്കുള്ളൂ കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് പൊങ്ങിയതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് നോക്കി ഒരു അപ്പം ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഉപ്പോ പഞ്ചസാരയോ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നേരത്തെ പോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ മൊത്തത്തിൽ അരച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസാണ്. ഈ ഇത്രയെങ്കിലും ലൂസായാലാണ് നന്നായിട്ട് വരുള്ളൂ. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് പൊന്തി കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ദോശമാവിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എന്താണ്, ചെറിയ ചൂടുവെള്ളം ഒരു പൊണിയിൽ ഇതിനേക്കാളും വലിയൊരു പാത്രത്തിൽ ഒരു 1/4 ഭാഗം പാത്രം
ചൂടുവെള്ളം എടുക്കുക. അതായത് ഭയങ്കര തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ പാത്രം ഒന്ന് ഇറക്കി വെക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ ഇറക്കി വെക്കുക. അതിനുശേഷം ആ വെള്ളം കളയുക. അതിനുശേഷം വീണ്ടും ചൂടുവെള്ളം എടുക്കുക, ഇങ്ങനെ വെക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൊന്തി വരും. അതായത് ഈ നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾക്കുള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് കൊടുത്താലും മതിയാവും. ആ ബ്ലാങ്കറ്റിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിലും നമ്മുടെ മാവും ദോശമാവാണെങ്കിലും ഈ മാവാണെങ്കിലും പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടിക്കോളും. ഒന്നുമില്ലെങ്കിൽ കാസറോളിൽ ഇറക്കി വെക്കുക കേട്ടോ. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെക്കുക. അതിനേക്കാൾ എനിക്കിങ്ങനെ ഇതാണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ നമുക്കിത് പൊന്തിയതിന് ശേഷം അപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അടച്ച് ചെറിയ ചൂടുള്ള സ്ഥലത്ത് ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ അത് ഇപ്പോൾ റൈസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടി 2 ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോറാണ്, 1/2 കപ്പ് ചോറ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് റൈസ് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ അരിപ്പൊടി മാത്രമായി കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് മാറും. അതുകൊണ്ട് അതിന് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചോറ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചോറ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ അതിന് പകരം അവൽ ഉപയോഗിക്കാം. ഞാൻ അവൽ വെച്ചിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അവൽ ഞാൻ കാണിക്കാത്തത്. ചോറ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം തേങ്ങാപ്പാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഫ്രഷായ തേങ്ങ കിട്ടുന്ന സ്ഥലത്തല്ല നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കോക്കനട്ട് ക്രീം ഉപയോഗിക്കാം. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ, പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്ക് പൗഡർ നമുക്ക് മിൽക്കായിട്ട് മാറ്റാൻ പറ്റും. അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം കോക്കനട്ട് ക്രീമാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ തരത്തിലും കാണിക്കണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത്. അപ്പം ഞാൻ 1 ഗ്ലാസ് കോക്കനട്ട് ക്രീം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയി ഈ തേങ്ങാപ്പാലിന്. ഈ തേങ്ങാപ്പാലാണ് നമുക്ക് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് എല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം. അതിലേക്ക് ഈസ്റ്റും 1/2 ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള തേങ്ങയുടെ ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, ഇനി പുറത്ത് വെക്കാൻ പാടില്ല. മിക്സിയുടെ ജാറിലോട്ട് 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കാം. നമ്മുടെ ക്രീം ആവുമ്പോൾ ഒരുപാട് അങ്ങ് തിക്നെസ് വരും, അതിന് സ്മെല്ലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് ക്രീം എടുത്താൽ മതി, പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിലോട്ട് ബാക്കി ഇതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പം ഞാൻ അതിലോട്ട് ബാക്കിയുള്ള 1 ഗ്ലാസ് അരിപ്പൊടിയും ഇച്ചിരിയുള്ള ചോറും വെള്ളവും പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആസ് യൂഷ്വൽ ഈസ്റ്റും ഷുഗറും സോൾട്ടും. അതൊക്കെ ഏകദേശം ഒരേ അളവ് തന്നെയാണ് കേട്ടോ. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. വെള്ളം അരയ്ക്കുമ്പോൾ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചോളൂ. തേങ്ങാപ്പാൽ ഇനി വേണ്ട. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കും. ഞാൻ തണുപ്പ് ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ 1/4 ടീസ്പൂണേ നോർമലി ചേർക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളം ചേർക്കാം. തേങ്ങാവെള്ളം ചേർത്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലാതെ നമ്മുടെ കോക്കനട്ട് വാട്ടർ വെച്ചിട്ട് എങ്ങനെയാണ് ഫെർമെന്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോന്റെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ പാലപ്പത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കോളൂ. ഏറ്റവും ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പാലപ്പമാണ്. അത് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ആ ടേസ്റ്റ് ഒന്നിനും വരില്ല, അത് ഞാൻ പറയാം. ഇത് നല്ല ഈസി വേർഷൻസ് ആണ് കേട്ടോ. നമ്മളതിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ എല്ലാതും ഓരോ ദിവസം വീതം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാ ദിവസവും പാലപ്പം കഴിക്കാനല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓരോ പാലപ്പം റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഏറ്റവും നിങ്ങൾക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയി തോന്നുന്നത് ചൂസ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇതും നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരാം. കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 1/2 ഗ്ലാസും കൂടെ വെള്ളം ഞാൻ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നോക്കുമ്പോൾ ഫെർമെൻറ്റ് ചെയ്തിട്ട് വെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതും ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഓരോന്നും നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അടുത്തൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് ഇല്ലാതെ ചെയ്യാം. ഇനി നമുക്ക് 3ാമത്തെ ടൈപ്പ് ചെയ്യാം. ഇത് ഓൾറെഡി ഞാൻ ഇതിന്റെ വേറൊരു വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അരിപ്പൊടിയും അവലും ആയിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അരിപ്പൊടിയും റൈസും ആണ്, കുക്ക്ഡ് റൈസും ആണ്, ചോറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിയിലോട്ട് അരിപ്പൊടി, ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി തന്നെ എടുത്തിരിക്കുന്നത്, അതിന്റെ പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചോറും ചേർത്ത്
വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിന്ന് അരയ്ക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിന് പകരമായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ചിലവർക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ ഈ പറഞ്ഞ പോലെ ക്രീമോ തേങ്ങയുടെ പൊടിയോ അല്ലെങ്കിൽ ഫ്രഷ് തേങ്ങയോ വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ചോറ് അല്ലെങ്കിൽ അവൽ ഉപയോഗിക്കാം. അവലെപ്പോഴും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ അരച്ചെടുക്കാം. മൊത്തത്തിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് ഇടുന്നത് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചോറും അല്ലെങ്കിൽ അവലിട്ടിട്ടില്ലെങ്കിൽ വെറും വെള്ളം പോലെ ഇരിക്കും. എന്നിട്ട് അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. രണ്ടാമത് അരയ്ക്കുന്ന സമയത്ത് നേരത്തെ പോലെ ഈസ്റ്റും കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം അതിലേക്ക് ആദ്യം അരയ്ക്കാൻ വേണ്ടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വീണ്ടും 1 ഗ്ലാസും കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് കണക്ക് ഞാൻ എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം വേണ്ട. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം 1.5 ഗ്ലാസ്സാണ് അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിത് 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതിയാവും. 2.25 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി. പിന്നെ ഈ പറഞ്ഞ പോലെ മേലോട്ട് പൊങ്ങി വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതും നമുക്ക് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായി പൊന്തിയിട്ടുണ്ട് കേട്ടോ. 3 മാവ് നന്നായി പൊന്തിയിട്ടുണ്ട്. ഞാൻ പൊന്തി വന്നപ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ വരെ പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഉച്ചയ്ക്ക് അരച്ച് വെച്ച് ഈ സമയം കൊണ്ട് തന്നെ നന്നായി പൊങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പൊങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അപ്പം ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കാരണം പുറത്ത് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളി കൂടിപ്പോവും. അതുകൊണ്ട് ഇതേപോലെ എപ്പോഴാണ് അത് പൊന്തുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അത് ഏത് മാവാണെങ്കിലും, ഇപ്പോൾ ദോശമാവാണെങ്കിലും നമുക്ക് നന്നായിട്ട് പൊന്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ഉണ്ടാക്കുന്നേക്കാളും 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ രണ്ടാമത്തെ അപ്പത്തിൻ്റെ മാവാണ്. ഇത് ആദ്യം നമ്മൾ അരച്ച അപ്പത്തിൻ്റെ മാവ്. ഇത് മൂന്നാമത് അരച്ച മാവ്. ഞാനിത് മുകളിലേക്ക് പൊന്തിയപ്പോൾ നന്നായി അടിച്ച് വെച്ചതാണ് കേട്ടോ. എല്ലാം പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ അപ്പം ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത് അടച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് എല്ലാ അപ്പത്തിന്റെ മാവും. നമ്മളെ ഇതിൽ ബാക്കി വന്ന മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 2 ദിവസം വരെ ഉപയോഗിക്കാം കേട്ടോ. മാക്സിമം ഉപയോഗിക്കാം. പക്ഷെ 2 ദിവസം വരെ എന്തായാലും നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവേ. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി രാവിലെ പുറത്തെടുത്തപ്പോൾ ഇച്ചിരി നല്ല തിക്കായിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ 2-3 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് രുചിച്ച് നോക്കിയിട്ട് മധുരവും ഉപ്പും കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ചേർക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ആദ്യത്തെ, അതായത് ഫസ്റ്റ് അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. അരിയും തേങ്ങാപ്പാലും മാത്രം ചേർത്തിട്ടുള്ളതാണ്, ചോറൊന്നുമില്ലാത്ത അപ്പത്തിൻ്റെ മാവ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് അപ്പച്ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ കുറച്ച് മീഡിയത്തിലോട്ട് വെക്കണം. അതേസമയം നല്ല വൈറ്റ് കളറിലിരിക്കുന്ന സോഫ്റ്റ് തളർന്നിരിക്കുന്ന അപ്പാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കുറച്ച് കുറവ് വെക്കണം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ എപ്പോഴും നമ്മുടെ അപ്പച്ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസ് വരില്ല, കുമിളകൾ ഇങ്ങനെ വരില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പച്ചട്ടി ചൂടായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഒഴിച്ച് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു ചെറിയ തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് കറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹോൾസ് ഇങ്ങനെ കണ്ടില്ലേ, ചെറിയതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെക്കണം. പിന്നെ ഇതിന്റെ നടുവിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ മാവിന്റെ നമ്മൾ ഒഴിക്കുന്ന ഒരു കയ്യിൽ നിന്ന് വരാനായിട്ട് കുറച്ചും കൂടെ ഒഴിച്ചാൽ മതിയാകും. ഇങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ഗോൾഡ്, ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി കൂടുതൽ സമയം വെക്കണമെങ്കിൽ ഗോൾഡ് കളറാവും, അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിട്ടിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. കാസറോളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. പുറത്ത് അധികം നേരം വെക്കണമെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റഫായിട്ട് മാറും. അതുകൊണ്ട് കാസറോളിൽ വെക്കാനാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഒന്നിൻ്റെ പുറത്തൊന്ന് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടിപ്പിടിക്കും. അതിപ്പോൾ ഏത് അപ്പം ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തുണ്ടാക്കാം കേട്ടോ. കണ്ടില്ലേ, നിറയെ ഹോൾസൊക്കെ വന്ന് സൂപ്പറായ അപ്പമായിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാം നമുക്കിത്. അപ്പൊ ഇത് രണ്ടാമത്തെ, അതായത് കോക്കനട്ട് ക്രീം ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ല, അതാണ്. അപ്പൊ ഞാൻ പക്ഷെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നോർമൽ സാധാരണ കോക്കനട്ട് മിൽക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. നിങ്ങൾ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ കാണിച്ചതാണ്. പിന്നെ ഇതിന്റെ വാസനയൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലിന്റെ മണമല്ല ഇതിന്. കുഴപ്പമില്ല, എന്താ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു അപ്പം ഉണ്ടാക്കി നോക്കാം. സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ കോക്കനട്ട് ക്രീം വെച്ചിട്ടുള്ള, അത് നമ്മൾ മാഗിയുടെ കോക്കനട്ട് പൗഡർ വെച്ചിട്ടുണ്ടാക്കട്ടെ നിങ്ങൾക്ക് സെയിം പോലെ തന്നെ. അതും റെഡി ആയിട്ടുണ്ട്. സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. സംഭവമൊക്കെ കിടക്കിയിട്ടുണ്ട്, മോശമൊന്നും പറയില്ല. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഏതായിരുന്നു? അരിപ്പൊടിയും പിന്നെ കോക്കനട്ട് മിൽക്ക് ഇല്ലാണ്ട് ചോറും വെച്ചിട്ടുള്ളത്. അത് ഉണ്ടാക്കി നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ മാവ് കേട്ടോ, മൂന്നാമത്തെ മാവ്. ഇതിലൊന്നും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ആദ്യത്തേൽ മാത്രം കുറച്ച് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് ലൂസായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ഇതും ഉണ്ടാക്കി നോക്കാം. അത് നന്നായി വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ 3 അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതിന് മുൻപത്തെ 4 അപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ ഒരു 7 അപ്പം ഉണ്ട് നമ്മുടെ വീണാസ് കറികളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം തോന്നുന്നത്, ഏതാണ് ഇഷ്ടപ്പെടുന്നത്, അത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ 3ാമത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഹോളൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ വേറെ കാര്യം നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ അപ്പത്തിന്റെ ചട്ടിയിൽ ഇത് നോൺ സ്റ്റിക്ക് ആണ്. അപ്പോൾ പുതിയതായിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ ചട്ടി വാങ്ങിച്ചിട്ട് നിങ്ങൾ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ചില നോൺ സ്റ്റിക്ക് പാനിന്റെ അത്രയും സ്മൂത്ത് ആയതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ താഴോട്ട് വരും. നമ്മുടെ താമരയുടെ ഇതിൽ വെള്ളം ഒഴിച്ച പോലെയാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ അപ്പച്ചട്ടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്ന് മയക്കിയെടുക്കുക വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, വലിയ ചെറിയ കറികൾ ഉണ്ടാക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ താളിക്കുക, അതായത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിനൊന്ന് മയപ്പെടുത്തിയെടുക്കുക. അതിന്റെ അത്രയും സോഫ്റ്റ്നെസ് ഒന്ന് കുറച്ചതിന് ശേഷം ആണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. എങ്കിൽ മാത്രമാണ് ആ സൈഡിൽ ഇങ്ങനെ ഒട്ടി പിടിച്ച് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കുമിളുകളൊക്കെ വന്നാൽ ഒട്ടി പിടിച്ചിരിക്കും, അല്ലെങ്കിൽ താഴോട്ട് എല്ലാം കൂടി ഇങ്ങനെ വീഴും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് പുതിയതായിട്ട് കല്യാണം കഴിച്ച കുട്ടികൾ. അപ്പോൾ അതാണ് അതിന്റെ റീസൺ. അപ്പോൾ എപ്പോഴും നിങ്ങൾ അപ്പച്ചട്ടി വാങ്ങിക്കണമെങ്കിൽ ഒരാഴ്ച സമയം വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് മയപ്പെടുത്തിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പാലപ്പം, 3 തരത്തിലുള്ള പാലപ്പം ഉണ്ടാക്കി ഞാൻ ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മാരേജ് റിസപ്ഷൻ സ്പെഷ്യലായിട്ടുള്ള വെജ് കുറുമ. ഇത് റിസപ്ഷൻ സ്പെഷ്യലായിട്ടുള്ള, ഞാനിപ്പോൾ റിസപ്ഷൻ്റെ പുറകിലാണല്ലേ, ചിക്കൻ റോസ്റ്റ്. അതുപോലെ തന്നെ ഇത് കുട്ടികളുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടക്കറി. അപ്പോൾ ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോമ്പിനേഷൻസ് ആയിട്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും ടേസ്റ്റിയാന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിലവായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റീമറിൽ ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. നോർമലി അധികം ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാലപ്പൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അഥവാ കൂടുതലായിട്ടുണ്ടെങ്കിലാണ് ഞാൻ ഈ ടിപ്പ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വീഡിയോസിൻ്റെ എണ്ണം കുറച്ച് കൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് നമുക്ക് എത്തില്ല. ഇതൊക്കെ തണുത്തുപോയി, അതിലിട്ട് അലിഞ്ഞു പോകുന്ന അപ്പമാണേ. ഒരു വായ കഴിക്കട്ടെ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യുക. അതിൻ്റെ ലിങ്ക്, അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മാത്രമല്ല നമ്മുടെ വീണാസ് കറി വേൾഡിന്റെ റെസിപ്പീസ് ട്രൈ ചെയ്യുക. പഴയ വീഡിയോസ് കാണാൻ മറക്കരുത്. മാക്സിമം പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് വിഭവമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.